ഇനി നമുക്ക് അഡോളസൻസിൻ്റെ ഏരിയ നോക്കാം. അഡോളസൻസ് എന്നുള്ള വാക്ക് ഉണ്ടായിട്ടുള്ളത് ലാറ്റിൻ വേർഡായ അഡോളസർ എന്നുള്ള വാക്കിൽ നിന്നാണ്. അതിൻ്റെ മീനിങ് എന്താണ്? ടു ഗ്രോ അപ്പ് എന്നാണ്. അപ്പോൾ അഡോളസൻസ് എന്നുള്ള വാക്ക് ഉണ്ടായിട്ടുള്ളത് ലാറ്റിൻ വേർഡായ അഡോളസറിൽ നിന്നാണ്. മീനിങ് എന്തായിരുന്നു? ടു ഗ്രോ അപ്പ്. പിന്നെ അഡോളസൻസ് ഈസ് ദ ഫേസ് ഓഫ് ലൈഫ് ബിറ്റ്വീൻ ചൈൽഡ്ഹുഡ് ആൻഡ് അഡൾട്ട്ഹുഡ്. ചൈൽഡ്ഹുഡിൻ്റെയും അഡൾട്ട്ഹുഡിൻ്റെയും ഇടയിലുള്ളൊരു പീരീഡാണ് അഡോളസൻസ് എന്ന് പറയുന്നത്. അതായത് ഈ ഒരു പീരീഡിലുള്ള ആൾക്കാരെ നമ്മൾ കുട്ടികളായിട്ടും കൺസിഡർ ചെയ്യില്ല, അതേപോലെ മുതിർന്നവരായിട്ടും കൺസിഡർ ചെയ്യില്ല. അപ്പോൾ അതിൻ്റെ രണ്ടിൻ്റെ ഇടയിലുണ്ടാവുന്ന ഒരു പീരീഡാണ് അഡോളസൻസ് എന്ന് പറയുന്നത്. ഒരു ട്രാൻസിഷണൽ പീരീഡാണ്. അതായത് ചൈൽഡ്ഹുഡിൽ നിന്ന് അഡൾട്ട്ഹുഡിലേക്ക് ഉണ്ടാവുന്ന ഒരു ട്രാൻസിഷണൽ ഫേസാണ് അഡോളസൻസ് എന്ന് പറയുന്നത്. പിന്നെ ഇറ്റ് ഈസ് ഓൾസോ നോൺ ആസ് ടീനേജ് പീരീഡ്. നമ്മൾ അഡോളസൻസിനെ വിളിക്കുന്ന വേറൊരു പേരാണ് ടീനേജ് പീരീഡ് എന്ന്. പിന്നെ അതിൻ്റെ ഏജ് എന്ന് പറയുന്നത് 13 to 19 ആണ്. ചില ബുക്കിൽ 12 to 18 എന്നൊക്കെ കാണാം. പിന്നെ അഡോളസൻസ് ഈസ് എ ടൈം ഫോർ ഗ്രോത്ത് സ്പേർട്സ് ആൻഡ് പ്യൂബർട്ടി ചേഞ്ചസ്. അതായത് ഒരുപാട് ഗ്രോത്ത് ഒരേ സമയം ഉണ്ടാവുന്ന ഒരു ടൈമാണ് എന്തെന്ന് പറയുന്നത് അഡോളസൻസ് എന്ന് പറയുന്നത്. അതായത് ഒരു ഗ്രോത്ത് സ്പേർട്ട് സംഭവിക്കുന്ന പീരീഡാണ് അഡോളസൻസ് എന്ന് പറയുന്നത്. പിന്നെ അതേപോലെ തന്നെ പ്യൂബർട്ടി ചേഞ്ചസ് ഉണ്ടാവുന്ന പീരീഡാണ് അഡോളസൻസ് എന്ന് പറയുന്നത്. ഇനി പറയുന്ന പോയിൻറ്റ്സ് ഒന്ന് എല്ലാവരും മനസ്സിലാക്കി വെക്കണം. എക്സാമിന് ചോദിച്ചിട്ടുള്ളതാണ് കേട്ടോ. അഡോളസൻസിനെ കുറിച്ചിട്ട് പല ആൾക്കാർ പലതരത്തിലാണ് വ്യാഖ്യാനിച്ചിട്ടുള്ളത്. അപ്പോൾ ഇതെന്തൊക്കെയാണെന്ന് നോക്കാം. അഡോളസൻസ് ഈസ് എ പീരീഡ് ഓഫ് സ്ട്രെസ് ആൻഡ് സ്ട്രെയിൻ, സ്റ്റോം ആൻഡ് സ്ട്രൈഫ്. ഇത് പറഞ്ഞത് ആരാണ്? സ്റ്റാൻലി ഹള്ളാണ്. അപ്പോൾ സ്റ്റാൻലി ഹള്ളാണ് എന്ത് പറഞ്ഞത്? അഡോളസൻസ് ഈസ് എ പീരീഡ് ഓഫ് സ്ട്രെസ് ആൻഡ് സ്ട്രെയിൻ, സ്റ്റോം ആൻഡ് സ്ട്രൈഫ് എന്ന് പറഞ്ഞത്. പിന്നെ ഹോളിംഗ്വർത്ത് കോൾ ചെയ്തത് എന്താണ്? ദിസ് ഈസ് ദ പീരീഡ് ഓഫ് ടെമ്പററി ഇൻസാനിറ്റി. ഇൻസാനിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു തരം ബുദ്ധിഭ്രമം എന്നൊക്കെ പറയില്ലേ, നമുക്ക് ഒരു ചെറിയ തരത്തിലുള്ള ഒരു ഭ്രാന്ത് പോലെയുള്ള ഒരു അവസ്ഥ. അതുകൊണ്ടാണ് ഈ ഒരു ടൈമിലുള്ളവർ മയക്കുമരുന്നും അല്ലെങ്കിൽ അതിനൊക്കെ അഡിക്റ്റായി പോകാനുള്ളൊരു കാരണം. അപ്പോൾ ഒരു ടെമ്പററി ഇൻസാനിറ്റി ഉണ്ടാകുന്ന പീരീഡാണ് എന്തെന്ന് പറഞ്ഞത്? അഡോളസൻസ് എന്ന് പറഞ്ഞത്. ഇത് പറഞ്ഞത് ആരാണ്? ഹോളിംഗ്വർത്ത്. പിന്നെ സ്റ്റേജ് ഓഫ് നാർസിസം എന്നാണ് സിഗ്മണ്ട് ഫ്രോയിഡ് പറഞ്ഞത്. നാർസിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെൽഫ് ലവ് അല്ലേ. അഡോളസൻസ് എന്ന് പറയുന്നത് സെൽഫ് ലവിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരു ടൈമാണ്. അപ്പോൾ അതുകൊണ്ടാണ് സിഗ്മണ്ട് ഫ്രോയിഡ് എന്ത് വിളിച്ചത്? സ്റ്റേജ് ഓഫ് നാർസിസം എന്ന് വിളിച്ചത്. പിന്നെ എറിക്സൻ്റെ അഭിപ്രായത്തിൽ ഇറ്റ് ഈസ് ദ അല്ലെങ്കിൽ എറിക്സൻ്റെ തിയറി പ്രകാരം ഐഡൻറ്റിറ്റി വേഴ്സസ് റോൾ കൺഫ്യൂഷൻ ഉണ്ടാവുന്ന ടൈമാണ് എന്തെന്ന് പറയുന്നത്? അഡോളസൻസ് എന്ന് പറയുന്നത്. ഇനി പിയാഷെയുടെ തിയറി പ്രകാരം ഫോർമൽ ഓപ്പറേഷൻ സ്റ്റേജിലാണ് അഡോളസൻസ് പറയുന്നത്. അപ്പോൾ ഈ 5 കാര്യങ്ങളും നന്നായി ഓർത്ത് വെക്കുക കേട്ടോ. ഇനി ഒരു ടൈമിലുണ്ടാവുന്ന സൈക്കോളജിക്കൽ ക്യാരക്ടറിസ്റ്റിക്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. സെൽഫ് കോൺഷ്യസ്നെസ് കൂടുതലായിട്ട് ഡെവലപ്പ് ആവുന്നത് അഡോളസൻസ് പീരീഡിലാണ്. അതായത് അവരെക്കുറിച്ച് നല്ലൊരു ബോധം അവർക്ക് ഉണ്ടാവുന്ന ടൈമാണ് അഡോളസൻസ് എന്ന് പറയുന്നത്. പിന്നെ അഡോളസൻസ് ഈസ് ഇൻറ്റൻസ്ലി ഇമോഷണലാണ്. അവർ ഒരുപാട് ഇമോഷണൽ ആവുന്നൊരു പീരീഡാണ്. അവർക്ക് പെട്ടെന്ന് ദേഷ്യം വരും, പെട്ടെന്ന് സങ്കടം വരും. ആ ഒരു ടൈമാണ് എന്തെന്ന് പറയുന്നത്? അഡോളസൻസ് എന്ന് പറയുന്നത്. പിന്നെ അഡോളസൻസ് ഈസ് എസെൻഷ്യലി എ ഹീറോ വർഷിപ്പറിൻ്റെ അവർക്ക് ആരോടെങ്കിലൊക്കെ ഒരു ആരാധന ഉണ്ടാവുന്നൊരു ടൈമാണ്. നിങ്ങൾ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അഡോളസൻസിൻ്റെ റൂമിലൊക്കെ ആരുടെങ്കിലൊക്കെ ഒരു ഫോട്ടോ ഒക്കെ ഒട്ടിച്ചിട്ടുണ്ടാവും. ഒന്നെങ്കിൽ ഒരു ഫിലിം സ്റ്റാർ ആയിരിക്കാം, അല്ലെങ്കിൽ സ്പോർട്സ് സ്റ്റാറോ, അങ്ങനെ ഏതെങ്കിലും ഒരു മേഖലയിലുള്ളവരുടെ ഒരു ഫോട്ടോ ഒക്കെ അവർ ചിലപ്പോൾ ഒട്ടിച്ച് വെച്ചതായിട്ട് കാണാം. അതാണ് ഹീറോ വർഷിപ്പർ എന്നോട് ഉദ്ദേശിക്കുന്നത് കേട്ടോ. പിന്നെ അഡോളസൻസ് ഷോസ് ഇൻട്രസ്റ്റ് ഇൻ ഫിസിക്കൽ അട്രാക്റ്റീവ്നെസ് ആൻഡ് ഗുഡ് ഗ്രൂമിങ്. അതായത് അവർ ഫിസിക്കൽ അട്രാക്റ്റീവ്നെസ്, മറ്റുള്ളവർ അവരെ അട്രാക്റ്റ് ചെയ്യണമെന്ന് വിചാരിച്ചുകൊണ്ട് അവർ നന്നായി മേക്കപ്പ് ചെയ്തിട്ടും നന്നായി ഡ്രസ്സ് അണിഞ്ഞിട്ടൊക്കെ ആയിരിക്കും അവർ നടക്കുക. അപ്പോൾ ഈ ഒരു ടൈമിലാണ് അത് സംഭവിക്കുന്നത്. പിന്നെ സെക്സ് കോൺഷ്യസ്നെസ് ബിക്കം ടു ഇൻറ്റൻസ് അറ്റ് ദിസ് ടൈം. ഈ ഒരു ടൈമിൽ സെക്സ് കോൺഷ്യസ്നെസ് കൂടുതൽ ഇൻറ്റൻസ് ആവുന്നുണ്ട് കേട്ടോ. അതായത് അവർക്ക് ഓപ്പോസിറ്റ് സെക്സിനോടൊരു അട്രാക്ഷൻ തോന്നുന്നു, റൊമാൻസ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവുന്നുണ്ട്. അതേപോലെ തന്നെ അവരുടെ അതേ സെക്സിനോടും ചില സമയങ്ങളിൽ അവർക്ക് അട്രാക്ഷൻ തോന്നാറുണ്ട് കേട്ടോ. പിന്നെ പിയർ ഗ്രൂപ്പ് റിലേഷൻഷിപ്പ് വളരെയധികം സ്ട്രോങ് ആവുന്നത്, അതായത് വീട്ടിലുള്ളവർ പറയുന്നേക്കാൾ കൂടുതൽ പിയേഴ്സിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരു ടൈമാണ്. അപ്പോൾ പിയർ ഗ്രൂപ്പ് റിലേഷൻഷിപ്പ് സ്ട്രോങ് ആവുന്നുണ്ട്. പിന്നെ ഡേ ഡ്രീമിങ്ങിൻ്റെ ഒരു പീരീഡാണ് അഡോളസൻസ് എന്ന് പറയുന്നത്. അതേപോലെ തന്നെ ഇറ്റ് ഈസ് എ പീരീഡ് ഓഫ് അക്വയറിങ് ദ ആറ്റിറ്റ്യൂഡ്സ് ആൻഡ് വാല്യൂസ് നീഡഡ് ഫോർ എഫക്റ്റീവ് പാർട്ടിസിപ്പേഷൻ ഇൻ സൊസൈറ്റി. അവർ സൊസൈറ്റിയിലുള്ള പാർട്ടിസിപ്പേഷന് വേണ്ടിയിട്ട് അവരുടേതായ വാല്യൂസും ആറ്റിറ്റ്യൂഡ്സൊക്കെ ഡെവലപ്പ് ചെയ്തെടുക്കും. അഡോളസൻറ്റ് വാണ്ട്സ് ടു ഫ്രീ ഹിംസെൽഫ് ഫ്രം ബോണ്ടേജ്. അതായത് എല്ലാ തടസ്സങ്ങളിൽ നിന്നും ഫ്രീ ബേർഡായിട്ട് നടക്കാനാണ് അവർ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവർ അവരുടെ അതോറിറ്റിയുമായിട്ടൊക്കെ എപ്പോഴും വഴക്കുണ്ടാക്കാനുള്ള സാധ്യതകൾ അവർ കാണുന്നുണ്ട്. അതുകൊണ്ടാണ് അഡോളസൻസ് പീരീഡിലൊരു കൂടുതൽ റെബലാണെന്ന് നമ്മൾ പറയുന്നത്.
പിന്നെ അഡോളസൻസ് ഹാവ് സ്ട്രോങ് ഡിസയർ ടു അച്ചീവ് സെൽഫ് സഫിഷ്യൻസി, അതായത് അവർക്ക് സ്വയം പര്യാപ്തരാവണം എന്നുള്ളൊരു ചിന്ത. അപ്പോൾ എക്കണോമിക് ഇൻഡിപെൻഡൻസ് ഒക്കെ മാതാപിതാക്കളിൽ നിന്ന് ആഗ്രഹിക്കുന്ന ഒരു പീരീഡാണ് അഡോളസൻസ് എന്ന് പറയുന്നത്. അവർക്ക് അഡൾട്ട് മെമ്പേഴ്സിനെ പോലെ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് നടക്കണമെന്ന് ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് തന്നെ ഈ ഒരു ടൈം ആകുമ്പോഴേക്കും അവർ ചെറിയ ജോലികളിലൊക്കെ ഏർപ്പെട്ട് പണം സമ്പാദിക്കാനൊക്കെ അവർ ശ്രമിക്കുന്നത് അതുകൊണ്ടാണ് കേട്ടോ. ഇനി ഈ സമയത്ത് ഉണ്ടാകുന്ന ഫിസിക്കൽ ഡെവലപ്മെൻറ്റ് എന്തൊക്കെയാണെന്ന് നോക്കാം. അതായത് ഫിസിക്കൽ ഗ്രോത്ത് അതിൻ്റെ മാക്സിമം എത്തുന്ന ടൈമാണ് ഏതെന്ന് പറയുന്നത് അഡോളസൻസ് എന്ന് പറയുന്നത്. അതായത് നമ്മളുടെ ബോഡിയൊക്കെ ഒരു ഫൈനൽ ഷേപ്പിലേക്ക് വരുന്നത് അഡോളസൻ പീരീഡിലാണ്. അതുപോലെ ഹൈറ്റ്, വെയിറ്റ്, സൈസ് ഇതൊക്കെ സഡനായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, ഇൻക്രീസ് ആവുന്നുണ്ട്. അതുപോലെ തന്നെ റെസ്പിറേറ്ററി, സർക്കുലേറ്ററി, ഡൈജസ്റ്റീവ് സിസ്റ്റംസ് ഒക്കെ ഫുള്ളി ഡെവലപ്പ് ആവുന്നുണ്ട്. അതുപോലെ ബ്രെയിൻ ഫുള്ളി ഡെവലപ്പ് ആവുന്നുണ്ട്. പിന്നെ നമ്മുടെ മുഖത്തൊക്കെ പിമ്പിൾസ് വരുന്നത് ഈ ഒരു ടൈമിലാണ്. പിന്നെ ആൺകുട്ടികൾക്കായാലും പെൺകുട്ടികൾക്കായാലും വോയിസ് ചേഞ്ച് ഉണ്ടാവുന്നൊരു ടൈമാണ് അഡോളസൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് ഈ ഒരു ടൈമിൽ ഉണ്ടാവുന്ന ഫിസിക്കൽ ഡെവലപ്മെൻറ്റ്. ഇനി മെൻ്റൽ ഡെവലപ്മെൻറ്റ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഈ ഒരു ടൈമിലാണ് നമ്മുടെ ക്രിട്ടിക്കൽ തിങ്കിങ് സ്കില്ല്, അതേപോലെ ലോജിക്കൽ തിങ്കിങ് സ്കില്ല്, അബ്സ്ട്രാക്റ്റ് തിങ്കിങ് സ്കില്ലൊക്കെ ഡെവലപ്പ് ആവുന്നത്, കൂടുതലായിട്ട് ഡെവലപ്പ് ആവുന്ന പീരീഡാണ് അഡോളസൻസ് എന്ന് പറയുന്നത്. അതേപോലെ മെമ്മറി ഷാർപ്പൻ ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ പ്രോബ്ലം സോൾവിങ് സ്കില്ലൊക്കെ ഡെവലപ്പ് ആവുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഈ ഒരു ടൈമിൽ ഉണ്ടാവുന്ന മെൻ്റൽ ഡെവലപ്മെൻറ്റ്. ഇനി ഇമോഷണൽ ഡെവലപ്മെൻറ്റ് നോക്കുകയാണെങ്കിൽ ഇമോഷൻസ് ഒക്കെ ഇൻസ്റ്റേബിൾ ആയിരിക്കും, അതായത് സ്റ്റേബിൾ ആയിട്ടായില്ല. ഇപ്പോൾ ചിലപ്പോൾ അവർക്ക് പെട്ടെന്ന് ദേഷ്യം വരും, അല്ലെങ്കിൽ പെട്ടെന്ന് സങ്കടം വരും. അപ്പോൾ അങ്ങനെ ഉണ്ടാകുന്ന ഇമോഷൻസ് ഒക്കെ ടെമ്പററി ആണെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാനായിട്ട് സാധിക്കും. അതേപോലെ തന്നെ ഇമോഷൻസ് ആയിട്ടുള്ള ആങ്സൈറ്റി, ഫിയർ, ലവ്, ആങ്കർ ഇതൊക്കെ അതിൻ്റെ ഹൈറ്റൻ, അതായത് വളരെയധികം സ്ട്രോങ് ആയിട്ട് കാണുന്ന ഒരു പീരീഡാണ് അഡോളസൻസ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ അവർക്ക് സെൽഫ് കോൺഷ്യസ്നെസ് ഉണ്ടാവുന്നുണ്ട്, സെൽഫ് റെസ്പെക്റ്റ് ഉണ്ടാവുന്നുണ്ട്. പിന്നെ ഇതൊക്കെയാണ് ഈ ഒരു ടൈമിൽ ഉണ്ടാവുന്ന ഇമോഷണൽ ഡെവലപ്മെൻറ്റ്. പിന്നെ സോഷ്യൽ ഡെവലപ്മെൻറ്റ് നോക്കുകയാണെങ്കിൽ അവർക്ക് നമ്മൾ നേരത്തെ പറഞ്ഞു പിയർ റിലേഷൻഷിപ്പ് സ്ട്രോങ് ആവുന്നതല്ല, അതുപോലെ പിയർ ഗ്രൂപ്പിൻ്റെ ഇൻഫ്ലുവൻസ് വളരെയധികം ഉണ്ടാവുന്ന ഒരു ടൈമാണ്. അതുപോലെ തന്നെ അവരുടെ ഗ്രൂപ്പിനോട് വളരെയധികം ലൊയാലിറ്റി ഉണ്ടാവുന്നുണ്ട്. ഇപ്പോൾ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായാൽ പോലും അവരുടെ ഗ്രൂപ്പിലുള്ളവർ അവരൊരിക്കലും ഒറ്റുകൊടുക്കില്ല, അത്രയും സ്ട്രോങ് ബോണ്ട് ഉണ്ടായിരിക്കും എന്നാണ് പറയുന്നത്. പിന്നെ സോഷ്യൽ സ്റ്റാറ്റസ് ആഗ്രഹിക്കുന്ന ഒരു പീരീഡാണ് അഡോളസൻസ് എന്ന് പറയുന്നത്. പിന്നെ അവർക്ക് എപ്പോഴും സൊസൈറ്റിയുടെ അപ്രൂവൽ കിട്ടിക്കൊണ്ടിരിക്കണം. അവരെന്തെങ്കിലുമൊക്കെ കാര്യം ചെയ്യുമ്പോൾ സൊസൈറ്റി അതിന് അപ്രൂവൽ കൊടുക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. അതുപോലെ തന്നെ സോഷ്യൽ റെസ്പോൺസിബിലിറ്റി വളരെയധികം ഡെവലപ്പ് ചെയ്യുന്നൊരു ടൈമാണ്. അതുകൊണ്ട് തന്നെ അവർ സൊസൈറ്റിയിൽ എന്തെങ്കിലും ഈവിൾസോ ഇൻജസ്റ്റിസോ ഒക്കെ കാണുമ്പോൾ അതിനെതിരെയൊക്കെ അവർ പ്രവർത്തിക്കാനൊക്കെ അതിനെതിരെ പ്രതികരിക്കാനൊക്കെ അവർ ശ്രമിക്കുന്നത് അതുകൊണ്ടാണ്. അപ്പോൾ ഒരുപാട് ചേഞ്ചസ് ഒരേ സമയം ഉണ്ടാവുന്ന ഒരു പീരീഡാണ് അഡോളസൻസ് പീരീഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ അഡോളസൻസിൻ്റെ ഭാഗത്തുനിന്ന് ഒരുപാട് ക്വസ്റ്റ്യൻസ് നമ്മളുടെ എക്സാം പേപ്പറിൽ നമ്മൾ കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു ഭാഗം നന്നായി പഠിച്ചു കഴിഞ്ഞാൽ ഈ ഭാഗത്തിന് ഏകദേശം ഒരു 10 മാർക്കോളാണ് ചോദിക്കുന്നത്. അപ്പോൾ അത് നിങ്ങൾക്ക് എന്തായാലും സ്കോർ ചെയ്യാനായിട്ട് സാധിക്കും. എല്ലാവർക്കും നല്ല മാർക്ക് കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.